ഇനി നമ്മുടെ തിയറത്തിന്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ ഒന്നുകൂടെ പറയാം. തിയറത്തിന്റെ തുടക്കമല്ല, കുറച്ച് മുന്നോട്ട് പോകുന്നല്ലേ. അപ്പം 1 + 2 എന്ന് കാണിക്കാനാണല്ലേ. അപ്പൊ നമ്മൾ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ നമുക്ക് എന്താ എ റിലേറ്റഡ് ടു ബി 1 അസ്യൂം ചെയ്തു. എന്ത് കാണിക്കുക? ഈക്വൽ ടു ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ക്ലാസ് ഓഫ് ബി എന്ന് കാണിക്കാൻ വേണ്ടി ക്ലാസ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് ബി എന്നും ക്ലാസ് ഓഫ് ബി സബ്സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് എ എന്ന് കാണിക്കണം. സബ്സെറ്റ് ആണെന്ന് കാണിക്കാൻ ഒരു മെമ്പർ എടുത്താൽ അത് അപ്പുറത്തെ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു മെമ്പർ എടുത്താൽ റൈറ്റ് സൈഡിൽ അതുണ്ടെന്ന് കാണിക്കണം. ക്ലാസ് ഓഫ് എയിൽ നിന്ന് സി എടുത്തു. അതിന്റെ അർത്ഥം സി ക്ലാസ് ഓഫ് എയിൽ ഉണ്ടെന്ന് പറഞ്ഞ എ റിലേറ്റഡ് ടു സി എന്നാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ റിലേഷൻ ഈക്വലൻസ് ആണ്. അപ്പം തീർച്ചയായിട്ടും സിമ്മട്രി ഈക്വലൻസ് ആയതുകൊണ്ട് സിമ്മട്രി അനുസരിച്ച് എക്കും സിക്കും ഇടയ്ക്ക് ഒരു സി എടുത്താൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കും, അതുപോലെ എക്ക് റിലേറ്റഡ് ടു ബി ആയിരിക്കും, അതുപോലെ ബി റിലേറ്റഡ് ടു സി ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ബി റിലേറ്റഡ് ടു ആർ, ബി റിലേറ്റഡ് ടു എ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ നമുക്ക് കിട്ടി ബിക്കോസ് ട്രാൻസിറ്റീവ് അനുസരിച്ച് ബി റിലേറ്റഡ് ടു എ ആൻഡ് എ റിലേറ്റഡ് ടു സി. അപ്പോ നമുക്ക് എന്ത് പറയാം? ബി റിലേറ്റഡ് ടു സി എന്ന് കിട്ടും. ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ അത് എവിടുത്തെ മെമ്പർ ആയിരിക്കും? നമ്മുടെ സി എവിടുത്തെ മെമ്പർ ആയിരിക്കും? ക്ലാസ് ഓഫ് ബിയിലെ മെമ്പർ ആയിരിക്കും. അതുപോലെ നമുക്ക് അങ്ങനെ ക്ലാസ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് എ. സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് ക്ലാസ് ഓഫ് ബി സബ്സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് എ എന്ന് പ്രൂഫ് ചെയ്യാൻ പറ്റും. അതാണ്, അത് സെയിം കാര്യമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ പ്രൂഫ് ചെയ്യുന്നുണ്ടോ? ആദ്യം 1 അസ്യൂം ചെയ്യുക, 2 പ്രൂഫ് ചെയ്യുക, 2 അസ്യൂം ചെയ്യുക, 3 പ്രൂഫ് ചെയ്യുക, 3 അസ്യൂം ചെയ്യുക, 1 പ്രൂഫ് ചെയ്യുക. അതാണ് ഈക്വലൻസ് ആണെന്നുള്ള കാര്യം പ്രൂഫ് ചെയ്യാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കും. പിന്നെ സെക്കൻഡ് വിൽ പ്രൂവ് ഷോ ദാറ്റ് 3 ഇംപ്ലൈസ് 2 ഇംപ്ലൈസ് 3 എന്നാണ്. 2 എന്താണ് പറയുന്നത്? അസ്യൂം എ ബി ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ക്ലാസ് ഓഫ് ബി. ഇറ്റ് ഫോളോസ് ദാറ്റ് ക്ലാസ് ഓഫ് എ. നമുക്ക് ഇനി എന്താ പ്രൂഫ് ചെയ്യേണ്ടത്? ക്ലാസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ക്ലാസ് ഓഫ് ബി എന്ന് നമ്മൾ എടുത്തു. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് തേർഡ് കണ്ടീഷൻ അല്ലെ. തേർഡ് കണ്ടീഷൻ ആണ് നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടത്. തേർഡ് കണ്ടീഷൻ എന്താണെന്നറിയാവോ? തേർഡ് കണ്ടീഷൻ നമ്മൾ കണ്ടറിഞ്ഞു. ക്ലാസ് ഓഫ് എ ഇന്റർസെക്ഷൻ ക്ലാസ് ഓഫ് ബി 5 ആണെന്ന് കാണിക്കണം. ഇതിനകത്ത് മെമ്പർ ഒന്നും ഇല്ലെന്ന് കാണിക്കണം അല്ലെ. ഇറ്റ് ഫോളോസ് ദാറ്റ് ക്ലാസ് ഓഫ് എ ഇന്റർസെക്ഷൻ ക്ലാസ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 5 ബിക്കോസ് എന്താണ്? ക്ലാസ് ഓഫ് എ 5 ആണ്. Class of A belongs to A because R is reflexive. ഫൈവ് ആണെന്ന് പറയുമ്പം നമുക്ക് നോക്കാം. നോട്ട് ഈക്വൽ ടു 5 ഈക്വൽ ടു 5 അല്ല കേട്ടോ, നോട്ട് ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ക്ലാസ് ഓഫ് ബി എന്ന് എടുത്തിട്ട് ക്ലാസ് ഓഫ് എ ഇന്റർസെക്ഷൻ ക്ലാസ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഇതിനകത്ത് മെമ്പർ ഒരാളെങ്കിലും ഉണ്ടെന്നാ കാണിക്കണ്ടേ. ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ക്ലാസ് ഓഫ് ബി എന്ന അസംഷൻ ഉണ്ട്. അപ്പൊ ക്ലാസ് ഓഫ് എ ഇന്റർസെക്ഷൻ ക്ലാസ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു 5 ആണ്. കാരണം എന്നാ ചോദിച്ചാൽ ക്ലാസ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 5. കാരണം എന്താ? ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പറാ. അപ്പം എയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എ തന്നെ എയോടൊരു ബന്ധമുണ്ട്. അപ്പൊ റിഫ്ലക്സീവ് ആയതുകൊണ്ട് അപ്പൊ ഒരു എലമെന്റ് എങ്കിലും അതിനകത്തുണ്ട്. അപ്പൊ ക്ലാസ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 5 ആണ്. അതുപോലെ തന്നെ ക്ലാസ് ഓഫ് ബിയും നോട്ട് ഈക്വൽ ടു 5 ആണ്. അപ്പൊ അല്ലെ വേണ്ട, ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ക്ലാസ് ഓഫ് ബി എന്നല്ലേ, രണ്ടും സെയിം ആണ്. അപ്പൊ ഒരു മെമ്പറെങ്കിലും അതിനകത്തുണ്ട്. അപ്പൊ ഇന്റർസെക്ഷൻ നോട്ട് ഈക്വൽ ടു 5 കിട്ടും. ഇനി നമുക്ക് ഇന്റർസെക്ഷൻ നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ എ റിലേറ്റഡ് ടു ബി ആണെന്ന് കാണിക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഇന്റർസെക്ഷൻ നോട്ട് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു എലമെന്റ് സി എങ്കിലും എവിടെ കാണും? ക്ലാസ് ഓഫ് എ ഇന്റർസെക്ഷൻ ക്ലാസ് ഓഫ് ബിക്ക് അകത്തുണ്ട് എന്ന് വെച്ചാൽ രണ്ടിനകത്തും ഉണ്ടെന്നല്ലേ അർത്ഥം. സി ബിലോങ്സ് ടു ക്ലാസ് ഓഫ് എ എന്നും സി ബിലോങ്സ് ടു ക്ലാസ് ഓഫ് ബി എന്നുമാണ്. അതിന്റെ അർത്ഥം എന്താണ്? എ റിലേറ്റഡ് ടു സി എന്നും ബി റിലേറ്റഡ് ടു സി എന്നുമാണ്. എ റിലേറ്റഡ് ടു സി ആൻഡ് ബി റിലേറ്റഡ് ടു സി ആണ് ട്രാൻസിറ്റിവിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ സിമ്മട്രി എ റിലേറ്റഡ് ടു സി ആൻഡ് സി റിലേറ്റഡ് ടു ബി എന്ന് കിട്ടണം അല്ലെ. എ റിലേറ്റഡ് ടു സി ആൻഡ് സിമ്മട്രി അനുസരിച്ച് സി റിലേറ്റഡ് ടു ബി എന്ന് കിട്ടും. ആൻഡ് ട്രാൻസിറ്റിവിറ്റി അനുസരിച്ച് എന്ത് കിട്ടും? എ റിലേറ്റഡ് ടു ബി എന്ന് കിട്ടും. ശരിയല്ലേ? എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? അതായിരുന്നു പ്രൂഫ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. മിസ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടണം കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഡെഫിനിഷൻ മനസ്സിലാക്കണം. ഇതിനകത്ത് എന്താണ് പ്രൂഫ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെഫിനിഷൻ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാം. ഇനി അടുത്ത പെയറിംഗ് ആണ്. പാർഷ്യൽ ഓർഡറിങ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഓർഡറിങ്, പോസെറ്റ്, ഈ കാര്യങ്ങളാണ്. റിലേഷൻ ആർ ഓൺ എ സെറ്റ് എസ് ഈസ് കോൾഡ് എ പാർഷ്യൽ ഓർഡേർഡ് സെറ്റ് ഓർഡറിങ് or partial ordered if it is reflexive and symmetry and transitive. A set S is together with the partial ordering. R is called partially ordered set or poset and is denoted by ordered pair and it is denoted by set ordered pair as R.
മെമ്പർ ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് എലമെന്റ്സ് ഓഫ് പോസെറ്റ്. അപ്പൊ പോസെറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താണെന്നാണ് നമ്മൾ പറയുക. നോക്കിക്കേ, ഡെഫിനിഷൻ പറയുന്നത് റിലേഷൻ ആർ ഓൺ എ സെറ്റ് എസ് ഈസ് കോൾഡ് പാർഷ്യലി ഓർഡറിങ്. പാർഷ്യലി ഓർഡറിങ് അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡേർഡ് സെറ്റ് എന്ന് പറയണമെങ്കിൽ ഈ ഇതിനകത്ത് ഉള്ള റിലേഷൻ എന്തൊക്കെ ഹോൾഡ് ചെയ്യണം? റിഫ്ലെക്സീവ് ആയിരിക്കണം, ആന്റി സിമട്രിയും ട്രാൻസിറ്റീവ് ആയിരിക്കണം. സിമട്രി എന്നല്ല, റിഫ്ലെക്സീവും ആന്റി സിമട്രിയും ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഈ റിലേഷൻ എന്താണ്? പാർഷ്യലി ഓർഡേർഡ് ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പം സെറ്റ് എസ് ടുഗദർ വിത്ത് പാർഷ്യൽ ഓർഡറിങ്, സെറ്റ് എസ് ടുഗദർ വിത്ത് പാർഷ്യൽ ഓർഡറിങ് ആണെങ്കിൽ നമ്മൾ എന്നാന്ന് പറയും? അതിനെ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് അല്ലെങ്കിൽ പോ സെറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ എസ് ആർ എന്ന് ഡിനോട്ട് ചെയ്യും. മെമ്പർ ഓഫ് എസിനെയാണ് എലമെന്റ്സ് ഓഫ് പോ സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഷോ ദാറ്റ് ദ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ ഈസ് പാർഷ്യലി ഓർഡേർഡ് സെറ്റ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണെന്ന് നോക്കാവേ. എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയാം അല്ലെ. അതായത് ഏത് മെമ്പറും അതിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നും ആയതുകൊണ്ട് അത് റിഫ്ലെക്സീവ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി എന്നും ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എയും ആണെങ്കിൽ എന്ത് പറയാം? എ ഈക്വൽ ടു ബി. അപ്പൊ ആന്റി സിമട്രി ഹോൾഡ് ചെയ്യും. ഫൈനലി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ട്രാൻസിറ്റീവ് ആണ്. കാരണം എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി എന്നും ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാൻ പറ്റും? എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി. അപ്പൊ അത് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണ്. അപ്പൊ ഇസഡ് എന്ന് പറയുന്ന ഇന്റീജർ വിത്ത് പാർഷ്യലി ഓർഡർ ഇതിനെയാണ് പോ സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പോ സെറ്റ്. പിന്നെ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കുക. ഡിവൈസ് റിലേഷൻ പാർഷ്യൽ ഓർഡേർഡ് ഓൺ എ സെറ്റ് ഓഫ് ഇന്റീജർ ബിക്കോസ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. നോക്കിയ ഡിവൈസ് റിലേഷൻ ഓൺ എ പോസിറ്റീവ് ഇന്റീജർ പാർഷ്യലി ഓർഡേർഡ് ആണോ നോക്കാവേ. എന്താണ്? റിഫ്ലെക്സീവ് ആണോ? ഏത് ഇന്റീജറിനെ ആ ഇന്റീജർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക അല്ലെ. എ ഡിവൈഡ്സ് എ, അതുപോലെ ബി ഡിവൈഡ്സ് എ ഡിവൈഡ്സ് എ. അപ്പൊ അത് പാർഷ്യൽ റിഫ്ലെക്സീവ് ആണ്. പിന്നെ ആന്റി സിമട്രി ആണോ നോക്കിയേ. എ ഡിവൈഡ്സ് ബിയും ബി ഡിവൈഡ്സ് എയും സെയിം ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആവും. എ ഡിവൈഡ്സ് കറക്റ്റ് ആണല്ലേ. എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് എ. എ ബി എ ഡിവൈഡ് ചെയ്യും, ബി എ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം ഡിവിഷന്റെ പ്രത്യേകതയാണ് അല്ലെ. നാലിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേസമയം 2നെ 4 കൊണ്ട് പറ്റുമോ? ഇല്ല. അങ്ങനെ പറ്റണമെങ്കിൽ 2 4 സെയിം ആകണം അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ 4 ഡിവൈഡ് ബൈ 4 വന്നാലേ അത് പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി ഇംപ്ലൈസ് എ ഡിവൈഡ്സ് സി. ശരിയല്ലേ. എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി ആണെങ്കിൽ എന്ത് പറയാം? എ ഡിവൈഡ്സ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ. ഓക്കെ. അവിടെ അപ്പൊ അങ്ങനെ നമുക്ക് ഡിവൈഡ് റിലേഷൻ ഇസഡ് പ്ലസ് സ്ലാഷ് എന്ന് പറയും. ഇസഡ് പ്ലസ് വിത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോ എന്താണ്? പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണ്, പോസെറ്റ് ആണെന്ന് പറയാൻ പറ്റും. പോസെറ്റ് ഒക്കെ എഴുതാനായിട്ട് എക്സാമ്പിൾ ഒക്കെ വരും കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് ചോദിക്കും കേട്ടോ. ഇത് സബ്സെറ്റിന്റെ കേസിലും പോസെറ്റ് എക്സാമ്പിൾ ഉണ്ട്. സബ്സെറ്റ് നിങ്ങൾ നോക്കുക, നോക്കി മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഓക്കെ. പവർ സെറ്റിന്റെ കേസ്, പവർ സെറ്റ് വരുമ്പോഴും ഒക്കെ ഉള്ള കേസാണ് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് എലമെന്റ്സ് പാർഷ്യലി ഓർഡേർഡ് സെറ്റിന് ഒത്തിരി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ടോട്ടൽ ഓർഡർ എന്ന് പറഞ്ഞാൽ വെൻ എവറി 2 elements in the set are comparable the relation is called total. ടോട്ടലി ഓർഡർ എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ, ഒന്ന് മറ്റേതിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ ഒന്ന് മറ്റേതിന്റെ സബ്സെറ്റ് ആണ്, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ടോട്ടൽ ഓർഡർ സെറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോസെറ്റില് ഏത് മെമ്പർ എടുത്താലും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് അത് ടോട്ടലി ഓർഡേർഡ് സെറ്റ് എന്ന് പറയുന്നത്. എന്നൊക്കെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് ടോട്ടലി ഓർഡേർഡ് ബിക്കോസ് എ ലെസ് ദാൻ ഈക്വൽ ബി ഓർ ബി ലെസ് ദാൻ ഈക്വൽ ടു എ വെനെവർ എ ആൻഡ് ബി ആർ ഇന്റീജർ. ശരിയല്ലേ. ഇന്റീജർ എടുക്കുവാണെങ്കിൽ ഏത് ഇന്റീജർ തന്ന ഏത് 2 ഇന്റീജർ തന്നാലും ഒന്ന് ഏതാ വലുത് ചേർന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ എന്താണ് ഡിവിഷന്റെ കേസിൽ എടുത്താലോ ഏതാ നോട്ട് ടോട്ടലി ഓർഡർ. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ എലമെന്റ് ദാറ്റ് ആർ ഇൻകമ്പയറബിൾ സച്ച് ആസ് 5 and 7. നോക്കി ഡിവിഷൻ എന്ന് പറയുന്നത് ഇൻകമ്പയറബിൾ ആണ്. കാരണം 5 ഡിവൈഡഡ് ബൈ 7 അല്ല, 7 ഡിവൈഡ് ബൈ 5 അല്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് അത് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് പോസിബിൾ ആയിരിക്കും. ഒന്ന് മറ്റേതിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ കമ്പയറബിൾ ആണെന്ന് പറയും കേട്ടോ. ഡിവിഷൻ എന്ന് പറയുന്ന കേസിലെ. അപ്പൊ അങ്ങനെ നമുക്ക് കമ്പയറബിൾ